318 നാമം അച്യുത. 100ാമത്തെ നാമമായി ഈ പദം നാം ചർച്ച ചെയ്തു. ജനനം, ജീവിക്കൽ, വളർച്ച, മാറ്റങ്ങൾ ഉണ്ടാകൽ, ക്ഷയിക്കൽ, നശിക്കൽ എന്നിവയാണ് ഷഡ്ഭാവങ്ങൾ. ഇവയൊന്നും ഇല്ലാത്തവൻ അച്യുതൻ, നാശമില്ലാത്തവൻ. 319ാമത്തെ നാമം പ്രഥിത, വ്യാപിക്കുന്നവൻ, വർദ്ധിക്കുന്നവൻ, വികസിക്കുന്നവൻ. വിഷ്ണു എന്ന നാമം കുറിക്കുന്ന വ്യാപനശീലത്വം തന്നെ ഈ പദവും നിർദ്ദേശിക്കുന്നു. 320ാമത്തെ നാമം പ്രാണ, ജീവികളിൽ ജീവചൈതന്യമായി വർത്തിക്കുന്നത് ശ്രീനാരായണൻ തന്നെയാണ്. ആ ചൈതന്യം ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ ജീവി ജഡമായിട്ട് മാറുന്നു. ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ജീവവായുക്കളെ മൊത്തത്തിൽ പ്രാണങ്ങൾ എന്ന് പറയാറുണ്ട്. വായുവിനെ പ്രത്യേകിച്ച് കുറിക്കുന്ന പേരായും പ്രാണശബ്ദം പ്രയോഗിച്ച് കാണുന്നു. ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നതിന് അത്യാവശ്യമായ ജീവവായുക്കളായി വർത്തിക്കുന്നതും ജഗത്തിൻ്റെ ജീവനായ പ്രാണൻ തന്നെയാണ്. 321ാമത്തെ നാമം പ്രാണദ, ഉള്ളവയ്ക്കെല്ലാം ജീവൻ നൽകുന്നത് വിഷ്ണു ഭഗവാനാണ്. പ്രാണൻ ദാനം ചെയ്യുന്നവനായതുകൊണ്ട് പ്രാണദൻ. 322ാമത്തെ നാമം വാസവാനുജ, വാസവന്റെ അല്ലെങ്കിൽ ഇന്ദ്രന്റെ അനുജൻ. കാശ്യപന്റെയും അതിഥിയുടെയും പുത്രനായി വാമനനായി മഹാവിഷ്ണു അവതരിച്ചു. ഇന്ദ്രന്റെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ഇന്ദ്രാവരജനായി. വാമനാവതാരത്തെക്കുറിച്ച് 152ാമത്തെ നാമത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. 323ാമത്തെ നാമം അപാം നിധി, അപ്പുകൾക്ക് നിധിയായവൻ. സമുദ്രം, സമുദ്രരൂപിയായവൻ. ആപ എന്നതിന് വ്യാപിക്കുന്നത് എന്നർത്ഥം. പ്രപഞ്ചമാകെ ജീവരൂപമായി വ്യാപിക്കുന്നതായതുകൊണ്ട് ജലത്തിന് ജീവനം എന്നും പേരുണ്ട്. എല്ലാത്തിനും ജീവൻ കൊടുക്കാനും എല്ലാത്തിനെയും തന്നിൽ ലയിപ്പിക്കാനും കഴിവുള്ള ജലം വിഷ്ണുവിൻ്റെ ശരീരമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. ജലത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ഭഗവാൻ അമൃതരൂപമായ ജലത്തിൻ്റെ അനന്തതയെ കിടക്കിയാക്കി അതിൽ യോഗനിദ്രയിൽ ലയിക്കുമ്പോൾ സർവ്വപ്രപഞ്ചങ്ങളും ഭഗവാന്റെ ശരീരത്തിൽ ലയിച്ചിരിക്കുന്നു. ഭഗവാന് ജലത്തിൻ്റെ ആധാരമായി ഈ നാമം അവതരിപ്പിക്കുന്നു. 324ാമത്തെ നാമം അധിഷ്ഠാനം, ഇരിപ്പിടം, ആധാരം. എല്ലാ പ്രപഞ്ചങ്ങൾക്കും എല്ലാ ജീവികൾക്കും എല്ലാ ഭാവങ്ങൾക്കും ആധാരവും ഇരിപ്പിടവും ഭഗവാനാണ്. 325ാമത്തെ നാമം അപ്രമത്ത, മതിച്ചവൻ മത്തൻ. മതം തെറ്റിലേക്ക് നയിക്കുന്നു. മത്തൻ്റെ തീരുമാനങ്ങൾ മിക്കവാറും തെറ്റായിരിക്കും. പ്ര എന്ന ഉപസർഗം ചേർന്ന് പ്രമത്തനാകുമ്പോൾ ശ്രദ്ധയും വിവേകവും തീരെയില്ലാത്തവനെ കുറിക്കുന്നു. ഇവിടെ നാമം അപ്രമത്ത എന്നാണ്, അല്പം പോലും തെറ്റുപറ്റാത്തവൻ. 326ാമത്തെ നാമം പ്രതിഷ്ഠിത, പ്രതിഷ്ഠിക്കപ്പെട്ടവൻ. അമ്പലത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ പീഠത്തിൽ മന്ത്രശക്തി കൊണ്ട് വിഗ്രഹരൂപത്തിൽ സ്ഥാപിക്കപ്പെട്ടവൻ എന്നൊരു വ്യാഖ്യാനം. ഭക്തന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതനായ ഭഗവാനെയും ഈ നാമം നിർദ്ദേശിക്കുന്നു. പ്രതിഷ്ഠിത എന്നതിന് യശസ്സുള്ള, കീർത്തിതമായ എന്നും അർത്ഥമുണ്ട്. ഭഗവൻ നാമമായി സ്വീകരിക്കുമ്പോൾ കീർത്തിമാൻ, പ്രശസ്തൻ എന്ന് വ്യാഖ്യാനിക്കാം. 327ാമത്തെ നാമം സ്കന്ദ. സ്കന്ദ ശബ്ദത്തിന് ഒലിക്കൽ എന്നും ശോഷിപ്പിക്കൽ എന്നും അർത്ഥമുണ്ട്. അമൃതരൂപേണ ചന്ദ്രനിൽ നിന്ന് ശ്രവിക്കുന്നവൻ എന്നൊരു വ്യാഖ്യാനം. വായുരൂപേണ ശോഷിപ്പിക്കുന്നവൻ എന്ന മറ്റൊരു വ്യാഖ്യാനം. സ്കന്ദിതമായ ശിവ രേതസ്സിൽ നിന്നുണ്ടായ ശ്രീ സുബ്രഹ്മണ്യൻ്റെ പര്യായമായിട്ട് സ്കന്ദ ശബ്ദം പ്രസിദ്ധമാണ്. ദേവസേനാനിയായ സുബ്രഹ്മണ്യൻ വിഷ്ണു ഭഗവാന്റെ ഒരു രൂപമായതുകൊണ്ട് സ്കന്ദൻ വിഷ്ണു ഭഗവാന്റെ നാമങ്ങളിൽ ഒന്നായി. സേനാനികളിൽ ഞാൻ സ്കന്ദനാണ് എന്ന് ഭഗവത്ഗീത. 328ാമത്തെ നാമം സ്കന്ദധര, സ്കന്ധമായ അല്ലെങ്കിൽ ഒലിച്ചുപോയ ധർമ്മത്തിൻ്റെ മാർഗത്തെ ധരിക്കുന്നവൻ. ധർമ്മ സംസ്ഥാപനം വിഷ്ണുവിൻ്റെ സ്വാഭാവിക ചര്യയാണ്. അല്ലയോ അർജുന, ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ എന്നെ സൃഷ്ടിക്കുന്നു. സാധുക്കളെ രക്ഷിക്കുന്നതിനും ദുഷ്കൃതികളെ നശിപ്പിക്കുന്നതിനും ധർമ്മത്തെ സംസ്ഥാപിക്കുന്നതിനും വേണ്ടി യുഗം തോറും ഞാൻ ജനിക്കുന്നു എന്ന് ഭഗവത്ഗീത. 329ാമത്തെ നാമം ധുര്യ, ഭാരം വഹിക്കുന്നവൻ, ചുമതലക്കാരൻ, നേതാവ് എന്ന പദാർത്ഥം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ ചുമതലകൾ വഹിക്കുന്നത് കൊണ്ട് ധുര്യൻ. 330ാമത്തെ നാമം വരദ, വരം നൽകുന്നവൻ. വരിക്കപ്പെടുന്നതാണ് വരം. ദേവന്മാരോടോ ഋഷിമാരോടോ ഗുരുക്കന്മാരോടോ എന്തിനെങ്കിലും വേണ്ടി നടത്തുന്ന അപേക്ഷയാണ് സാധാരണയായിട്ട് വരമെന്ന് പറയുന്നത്. ഏതു വരവും നൽകാനുള്ള പ്രഭാവവും കഴിവും വൈകുണ്ഠനായ വിഷ്ണു ഭഗവാന് മാത്രമേ ഉള്ളൂ. ഭക്തന് വരം നൽകാനുള്ള കാരുണ്യവും ഭഗവാനോളം മറ്റാർക്കുമില്ല. 331ാമത്തെ നാമം വായുവാഹന, വായുവിനെ വഹിക്കുന്നവനെന്നോ വായുവിനെ വാഹനമാക്കിയവനെന്നോ വ്യാഖ്യാനിക്കാം.
വായു ശരീരത്തിനുള്ള പ്രാണനെയാണ് വഹിക്കുന്നത്. ആകാശം ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവത് രൂപം തന്നെയാണത്. സർവവ്യാപിയായ വായുവിനെ ആകാശം വഹിക്കുന്നു. ആകാശ രൂപത്തിൽ വായുവിനെ വഹിക്കുന്നവനായതുകൊണ്ട് വായുവാഹനൻ. 332 നാമം വാസുദേവ. വസുദേവൻ എന്ന യാദവന്റെയും ദേവകിയുടെയും പുത്രനായി ജനിച്ച ശ്രീകൃഷ്ണൻ വാസുദേവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. കൃഷ്ണാവതാരത്തിന് മുൻപും മഹാവിഷ്ണുവിന് വാസുദേവൻ എന്ന ഗുണനാമം ഉണ്ടായിരുന്നു. വൃഷ്ണികളിൽ ഞാൻ വാസുദേവനാണ് എന്ന് ഭഗവത്ഗീത. വാസുദേവ ശബ്ദത്തെ വാസുദേവ എന്ന് രണ്ടായിട്ട് പിരിച്ചാൽ എല്ലാത്തിലും വസിക്കുന്നവൻ, എല്ലാത്തിലും വാസസ്ഥാനമായവൻ. 333 നാമം ബൃഹത് ഭാനു. ബൃഹത്ത് ഭാനു എന്ന 2 പദങ്ങൾ ചേർന്ന സമസ്ത പദം. ബൃഹത് രൂപ എന്ന 272 പദത്തിന്റെ ഭാഗമായിട്ട് ബൃഹത് ശബ്ദവും ഭാനു എന്ന 284 നാമത്തിൽ ഭാനു ശബ്ദവും നാം പരിചയപ്പെട്ടിരുന്നു. ബൃഹത്തായ ഭാനുക്കൾ അല്ലെങ്കിൽ രശ്മികൾ ഉള്ളവൻ ബൃഹത് ഭാനു. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, നക്ഷത്രങ്ങൾ എന്നിവ തൊട്ട് അതിസൂക്ഷ്മമായ അണുക്കൾ വരെയുള്ള എല്ലാത്തിനും പ്രകാശമുണ്ട്. ആ പ്രകാശരശ്മികൾക്കെല്ലാം പ്രഭവം സർവാധാരമായ വിഷ്ണു ഭഗവാന്റെ പ്രകാശമാണ്. ഭഗവാന്റെ ദീപ്തിയുടെ അല്പാംശങ്ങൾ മറ്റു ജ്യോതിഷികൾക്ക് പ്രകാശം നൽകുന്നു. ഏതൊരുവന്റെ ബൃഹത്തായ പ്രകാശകിരണങ്ങൾ ചന്ദ്രസൂര്യന്മാരുടെ ദീപ്തിയെ അതിക്രമിച്ച് വിശ്വത്തെയാകെ പ്രകാശിപ്പിക്കുന്നു. അവനെ ബൃഹത് ഭാനു എന്ന് പറയുന്നു എന്ന് മഹാഭാരതം. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആ ബൃഹത്തായ പ്രകാശമായവൻ. 334 നാമം ആദിദേവ. എല്ലാ ദേവന്മാർക്കും കാരണമായ ദേവൻ, എല്ലാത്തിനും കാരണമായ ദേവൻ. ആദാനം ചെയ്യുന്ന ദേവനെന്നും വ്യാഖ്യാനിക്കാം. ആദാനം ചെയ്യുക എന്നതിന് സ്വീകരിക്കുക എന്നർത്ഥം. ഭക്തർ അർപ്പിക്കുന്ന എന്തും സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് ഇഷ്ടഫലം നൽകുന്ന കാരുണ്യമൂർത്തിയാണ് ഭഗവാൻ. ഏതൊരുവൻ ഇലയോ പൂവോ കായോ ജലമോ ഭക്തിയോടെ എനിക്ക് അർപ്പിക്കുന്നു, ആ ഉപഹാരങ്ങളെ ഞാൻ അനുഭവിക്കുന്നു എന്ന് ഭഗവത്ഗീത. അങ്ങ് ആദിദേവനും പുരാണ പുരുഷനുമാണ്. ഈ വിശ്വത്തിൻ്റെ പരമമായ ആശ്രയവും അങ്ങാണെന്ന് ഭഗവത്ഗീത. 335 നാമം പുരന്തര. പുരങ്ങളെ ഭേദിക്കുന്നവൻ എന്ന പദാർത്ഥം. ദേവശത്രുക്കളുടെ പുരങ്ങളെ പിളർക്കുന്നവൻ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെയാണ് ത്രിപുരങ്ങളായി പറയുന്നത്. ഈ 3 അവസ്ഥകളെയും ഭേദിച്ച് ജീവാത്മാവിനെ തുരീയാവസ്ഥയിലെത്തിക്കുന്ന മഹാവിഷ്ണു പുരന്തരനാണെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. പുരന്തര ശബ്ദത്തിന് അഗ്നി എന്നും അർത്ഥമുണ്ട്. ഏറ്റവും മലിനമായതുപോലും അഗ്നി സ്പർശം കൊണ്ട് പവിത്രമായി തീരും. ഭഗവത് സ്മരണ കൊണ്ട് ഏത് പാപിയുടെ മനസ്സ് പവിത്രമാകും. അച്യുത പ്രദിത പ്രാണ പ്രാണദോ വാസവാനുജ അവാം നിധിരധിഷ്ഠാന അപ്രമത്ത പ്രതിഷ്ഠിത സ്കന്ദ സ്കന്ദധരോ ദുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹത് ഭാനുർ ആദിദേവ പുരന്ദര.